ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഇ ടി എഫ് എന്നും എന്തുകൊണ്ട് ഇ ടി എഫ് ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി എടുക്കാമെന്നും ഏതൊക്കെ തരത്തിലുള്ള ഇ ടി എഫ് ആണ് നമുക്ക് ഉള്ളതെന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ, അതോടൊപ്പം തന്നെ ആർക്കൊക്കെ ഈ ഇ ടി എഫ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആർക്കൊക്കെ ഇ ടി എഫ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി എടുക്കാമെന്ന് നോക്കാം. ഇ ടി എഫ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് മുഴുവനായി അതിന്റെ പേര്. അതായത് നമ്മൾ ഒരു ഇൻഡെക്സിന്റെയോ, നമ്മൾ ഇന്ത്യയിലുള്ള ഒരു ഇൻഡെക്സ് പറഞ്ഞാൽ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിന്റെ ഒരു ചെറിയ ഒരു ഭാഗം എന്ന് പറയാം ഇ ടി എഫ്. അതായത് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഇ ടി എഫ് നിഫ്റ്റി 50യുടെ ഒരു ചെറിയ നമുക്ക് സ്റ്റോക്ക് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതുപോലെ നമുക്ക് ഗോൾഡ് ബീസ് അവൈലബിൾ ആണ്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അതുപോലെ തന്നെ ഐ ടി ബീസ്, ഐ ടി സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ടി ബീസ് നമുക്ക് അവൈലബിൾ ആണ്, അതൊരു ഇ ടി എഫ് ആണ്. ഇത് ആർക്കൊക്കെ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി കൊടുക്കാം എന്ന് നോക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതായി വരുന്ന ഒരാൾക്ക് എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥിതി വരുമ്പോൾ അവർക്ക് ബ്ലൈൻഡ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇ ടി എഫ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ലോങ് ടേം ഒരു ഗോളിനായി, അതായത് റിട്ടയർമെന്റ് പ്ലാനിനായോ അല്ലെങ്കിൽ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും ഒരു ലോങ് ടേം ഒരു പ്ലാനിന് വേണ്ടി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് വളരെ റിസ്ക് കുറഞ്ഞ് എന്നാൽ റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ ടി എഫ് ഏറ്റവും മികച്ചതാണ്. ഇനി നമുക്ക് എന്തെല്ലാം കാരണങ്ങളാണ് ഇ ടി എഫ് മികച്ചത് എന്ന് പറയാം എന്ന് നോക്കാം. ഇ ടി എഫിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഗുണം, അതായത് അത് നമ്മൾ ഈ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫണ്ട് അത് പോകുന്നത് മൾട്ടിപ്പിൾ സ്റ്റോക്കുകളിലേക്കാണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിഫ്റ്റി 50യുടെ, അതായത് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഇ ടി എഫ് ഒരു എക്സാമ്പിൾ എടുത്താൽ, ഒരു നിഫ്റ്റി ബീസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏകദേശം പോകുന്നത് 50 ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലേക്കാണ്. അതായത് നിങ്ങൾ ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 50 കമ്പനിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പോവാൻ സാധ്യതയുള്ളത് ഈ 50 കമ്പനികളും പരാജയപ്പെടുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ 50 കമ്പനികളിൽ ഏതെങ്കിലും അണ്ടർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി റിമൂവ് ചെയ്ത് പെർഫോം ചെയ്യുന്ന കമ്പനികളെ ആഡ് ചെയ്യുന്ന ഒരു